മിസ് പേപ്പർ. ശവം 5 പോലും. എന്താടാ ഇത്? ഇതൊന്നുമില്ലല്ലോ. ഇത് എത്ര അഡീഷണൽ ഷീറ്റാ? റാങ്ക് മേടിക്കോ? ഉറക്കളച്ച് പഠിച്ചാണ് മിസ്. മിസ്സല്ല സാർ. ആനക്ക് എന്തിനാണ് കോളേജ് വരുന്നത്? പഠിക്കാൻ പറ്റില്ലെങ്കിൽ വീട്ടിലിരുന്നൂടെ? വീട്ടുകാരെ സമ്മതിക്കണ്ട. അപ്പൊ വെക്കേഷൻ ഒക്കെ അങ്ങ് അടിച്ചു പൊളിക്ക്. താങ്ക് യു മിസ്. അപ്പൊ ശരി, അടുത്ത തവണ കാണാം. അടുത്ത 2 മാസത്തേക്ക് പരീക്ഷ പഠിത്തമെന്നോ എല്ലാം പറഞ്ഞ എന്റെ സ്വഭാവം മാറും. ഐ ആം ടെറർ. അമ്മ അമ്മേന്റെ ഡ്രസ്സൊക്കെ എടുത്തു. എനിക്ക് നാളെ മാമന്റെ വീട്ടിൽ പോകണല്ലോ. അങ്ങോട്ടൊന്നും പോകണ്ട, അവിടെ എൻട്രൻസ് എക്സാം നടന്നോണ്ടിരിക്കുക. അപ്പൊ ഈ 2 മാസം ഞാൻ ഇവിടെ തന്നെ നിൽക്കാനാ? വരുന്നില്ല, എനിക്ക് കുറെ പ്ലാൻസ് ഉള്ളതാ, എല്ലാം കൂടോ. അപ്പൊ ഇവനെ എങ്ങോട്ട് പറഞ്ഞുവിടും? ഓടി പോടാ ഓർഡറി പോടാ. ആ എന്താ പരിപാടി? ഒന്നുമില്ലടാ, ഞാനേ ഒന്ന് ജിമ്മിൽ പോയാലോ എന്ന് വിചാരിച്ചു. ജിമ്മിലാ? എന്തിന്? അത് എൻ്റെ അച്ഛനെ ഞാൻ ഒരു പോലീസുകാരനെ നടന്നാണ് ആഗ്രഹം. അപ്പൊ ജിമ്മിൽ പോയി കുറച്ച് മസിലൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പോലീസ്? നീ സത്യം പറടാ. എടാ, കോളേജിൽ പോകുമ്പോൾ കുറച്ച് പെൺപിള്ളേരെ വളയ്ക്കണം, അല്ലാതെ ഇപ്പം എന്തിനാണ് മസിൽ? ഇത് നിനക്ക് കാര്യം പറഞ്ഞു തന്നിട്ടില്ല. നീ കണ്ടോ, 2 മാസം കഴിഞ്ഞ് ഞാൻ കൈവോക്കും വേണ്ടല്ല, ഷർട്ട് കയറി പോകും. എന്താ അത്ര പഴഞ്ഞ ഷർട്ടാണ് നീ ഇടുന്നത്? ഇഷ്ടല്ലേ? എടാ, കഹോനെ പേർ കണ്ടിട്ടുണ്ടാ? ഇല്ല. അതിൽ ഋത്തിക് റോഷൻ തന്നെ കണ്ടിട്ടുണ്ടാ? ഏതാ ആ ചത്തോണ ഋത്തിക് റോഷനാ? അല്ലടാ, മലർവാടിയെ 2ാമത്തെ ഋത്തിക് റോഷൻ. അതുപോലെ കോളേജിലേക്ക് ഞാൻ കയറി വന്നൊരു ഡയലോഗ് ഉണ്ട്, വോയിസ് പെഹരെ കുച്ചാൻ. എടാ, മറ്റേ മോന്തയ്ക്ക് എന്താണ് ഋത്തിക് റോഷൻ പറയണേ? മൂഞ്ചി. ആ വോയ് തെറി പറഞ്ഞാളാ. അതിനുള്ള ധൈര്യമൊന്നും അല്ല. കൊള്ളൂല. എടാ, അവളെ കഴിക്കാൻ വിളിച്ചേ. ആ അമ്മ വിളിയാവളെ. നിഷേ, മേക്കപ്പ് ഇട്ടതാണോ? കൊള്ളാം, പക്ഷെ പുറത്തേക്കൊന്നും ഇറങ്ങണ്ടട്ടാ. എനിക്കറിയാം, പൂവാലന്മാരുടെ ശല്യം ഉണ്ടാവുന്നുണ്ടല്ലേ. ആന്റി, സൗമ്യ എന്തേ? അവളുടെ ഡാൻസ് ക്ലാസ്സിൽ പോയല്ലോ മോളെ. ഡാൻസോ? അയ്യോ, എന്നോട് പറഞ്ഞല്ലോ. ആ വെക്കേഷൻ ഒക്കെ അല്ലേ. ഡാൻസ് ക്ലാസ്. മോളെന്തിനാ പോണേ? ഭയങ്കര കൊതുക്, ഞാൻ പിന്നെ വരാം. എനിക്കും എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ടാവും, പക്ഷെ എന്തായിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കും? ചിലപ്പോ ഡാൻസ് ആയിരിക്കും. അല്ല, അച്ഛനും അമ്മയ്ക്കും ഡാൻസ് അറിയില്ലല്ലോ. ശരിയാ, പാട്ടായിരിക്കും. കാതൽ വരാതാ കാതൽ വരാതാ ഉന്മേൽ ഉന്മേൽ എന്മേൽ എന്മേൽ ഉനക്ക് കാതൽ വരാതാ കാലേ മുതൽ മാലേ വരെ. പിന്നെന്തായിരിക്കും? മുടി, സൗന്ദര്യം, വടിവത്ത ശരീരം, അഭിനയം. എന്റെ കഴിവ് കണ്ടുപിടിക്കാനായിട്ട് സമ്മതിക്കത്തില്ലല്ലേ? മോക്ക് നല്ലൊരു കഴിവ് അമ്മ പഠിപ്പിച്ചു തരാട്ടോ. ചൂടാണ്, ഐസും
മര്യാദക്ക് ഉറക്കടി. അമ്മ ഇവൾക്കൊരു കുന്തം അറിയില്ലട്ടാ. ഇവളൊക്കെ എങ്ങനെ ഇട്ടിച്ചു വിടാനാണ് ഓർത്ത് തന്നെ പേടിയാവണം. ഇതൊന്ന് കത്തിച്ചേടാ. ഇവിടെ ഉണ്ടോ? എടാ കഴിച്ചു. എടാ ഞാനത് 12 മുട്ട കഴിച്ച്. മഞ്ഞ കഴിക്കാൻ പാടില്ലേ? അയ്യോ അമ്മ സമ്മതിക്കൂല. എടാ അപ്പൊ കവനപ്പരൽ 2ാമത്തെ ഋതികൃഷ്ണൻ പറ്റൂലേ? എടാ അങ്ങനെയൊന്നും പറയുന്നത് ഞാൻ മനസ്സിൽ കൊണ്ടുപോയി. എടാ കോളേജിൽ കയറുമ്പോ മാസമുണ്ട്. സാർ മേ കമിൻ സാർ. ഓ ഫോണിനാണല്ലേ. താങ്ക് യു സാർ. അല്ല ഇവിടെ അച്ഛനും അമ്മയൊന്നും ഇല്ല. ഹലോ സാർ. സാറ് സാർ എന്താണ്? സാറിനെ കൊണ്ട് എനിക്ക് രോഹിത്തിന് ഓർമ്മ വരുന്നുണ്ട്. ഏത് രോഹിത്? സാർ നമ്മുടെ കഹോന പേരിലെ 2ാമത്തെ ഋതികൃഷ്ണൻ. ആ രോഹിത് കറക്റ്റ് അത് തന്നെയാണ് സാർ. ഞാൻ എങ്ങനെയൊക്കെ ആവുന്നുണ്ട്. ആയിക്കോളും. അല്ല വേറെ ആരും പറഞ്ഞിട്ടില്ലേ? പറയിപ്പിക്കണം. പറയിപ്പിക്കും. പക്ഷെ പ്രശ്നം അതല്ല, ഒരു ഫിനിഷിങ് കുറവുണ്ട്. അതെന്താ സംഭവം അറിയോ? മസിലൊക്കെ ഇതിന്റെ ഉള്ളിലാണ്. 1 മാസം കഴിയുമ്പോ വരും. അതല്ല മസിലല്ല സാർ പ്രശ്നം. സാറിന്റെ മുടിയാണ് പ്രശ്നം. മുടിയാ? മുടി ഇല്ല വെട്ടണ്ട. പക്ഷെ ഈ മുടിക്ക് കുറച്ചുകൂടി ഉള്ളുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? തൂക്കി വിൽക്കാനാ? സാർ ആരോഗ്യമുള്ള കേശധാര സ്ത്രൈനതയുടെ പ്രതീകമാണ്. എന്തിന്റെ? ആരോഗ്യമുള്ള കേശധാര സ്ത്രീകൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. ഏത്? ആക്ച്വലി എനിക്ക് ഹൃത്തിക് റോഷൻ വേണ്ടേ? കോളേജ് പോകുമ്പോ അടുത്തല്ലേ കുറച്ച് പെമ്പിള്ളേരെ വിളക്കണം. അതിനുള്ള എന്തെങ്കിലും വഴി ഉണ്ടോ? ഈ പെമ്പിള്ളേരെ വിളിക്കാൻ ഭയങ്കര എളുപ്പമാണ്. 1 മിനിറ്റ്. 1 മിനിറ്റിൽ വിളക്കാൻ പറ്റുമോ? സാർ അതല്ല, 1 മിനിറ്റ്. ഞാനൊന്ന് പോയിട്ട് ഇപ്പൊ വരാം. പോയാ? മേ കമിൻ സാർ. അല്ല സെയിൽസ്മാൻ ആണോ? സൊസൈറ്റി ഇൻഫ്ലുവൻസർ സാർ. ബിൽവ ഹെയർ ഓയിൽ ആൻഡ് ഷാംപൂ സൂട്ടബിൾ ഫോർ കളർ ഓർ ട്രീറ്റഡ് ഹെയർ. സാർ ഇതാണ് നമ്മുടെ ഓയിൽ. 1 മിനിറ്റ്. യൂണിസെക്സ് പ്രൊഡക്റ്റ് ആണ് സാർ. ഒന്ന് മണത്തൂക്കി. അടിപൊളിയല്ലേ? ഇതിങ്ങനെ 3-4 തുള്ളി എടുത്തിട്ട് കയ്യിലിട്ട് തിരുമ്മി ഇതിങ്ങനെ മസാജ് ചെയ്യാം. ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല സുഖമില്ലേ? ഇനി സാറിന്റെ മുടി തഴച്ചു വളരും. ഒരു സുഖം തോന്നില്ലേ? ഇനി സാർ കഷണ്ടീനെയും പേടിക്കണ്ട. അത്താണ്. ഇപ്പൊ തന്നെ നോക്ക് സാർ. ഓഹ് എന്താ ഭംഗി. ഇനി ഒരു സാധനം കൂടി ഉണ്ട്, നമ്മുടെ ഷാംപൂ. ഈ ഷാമ്പൂവിന്റെ വെള്ളമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോ തലയിൽ തേക്കുന്നില്ല. പക്ഷെ ഷാമ്പൂവിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് തേച്ചാൽ മുടി ഒഴിച്ചിൽ നിൽക്കും. ദേ കണ്ട, ദേ ഇതുപോലെ ഒന്ന് കൊഴിയില്ല മുടി. ഇതാണ് അതിനുള്ള പ്രൊഡക്റ്റ്. വിൽവ. 1249 രൂപ മാത്രം. പിന്നെ മസാജിങ് ഞാൻ കാശ് എടുത്തിട്ടില്ല. അതെന്റെ കോംപ്ലിമെന്ററി സാറിന്. അമ്മ അമ്മയ്ക്ക് ഉപയോഗിക്കാം. ആന്റി എന്റെ പൊന്നു മോനെ ഇതിനോട് ഞാൻ 10 പൈസ മുടക്കുകയല്ല. മുഖത്തിന് 1/2 സെന്റ് സ്ഥലമേ ബാക്കിയുള്ളൂ. അമ്മ നാട്ടുകാർ മുഴുവൻ പറയുന്നത് തോറ്റു പഠിക്കുവാന്ന. പഠിക്കണ? നിനക്ക് എത്ര വയസ്സായി? 19. 19 വയസ്സ്. ഇങ്ങനെ തന്നെ കണ്ട 10-50 തോന്നുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു. ശരി ചേട്ടാ നമുക്ക് കൊളാബ് ചെയ്താലോ? സൊസൈറ്റി ഇൻഫ്ലുവൻസർ ചേട്ടാ. രാവിലെ മനുഷ്യന്റെ സമയം ചേട്ടാ ഞാനൊന്ന് ഹൃത്തിക് റോഷൻ ആവാൻ വേണ്ടിട്ടേ. നിനക്ക് ആരാണെന്നാ പറഞ്ഞത്? ഹൃത്തിക് റോഷൻ. ഋത്തിക് റോഷൻ അല്ല, ദൃഷ്ടിക്ക് ദോഷമാണ് നീ. അവന്റെ സൊസൈറ്റി പണിക്കുമ്പോടാ. നീ ഇവിടെ എന്തെങ്കിലും വിൽക്കാൻ പാട്ടാ? എന്തിനടി ബാഗ് ഇട്ടേക്കുന്നേ? നീ കഴിക്കത്തില്ലേ? എനിക്ക് വേണ്ടമ്മ. അമ്മ ഒരു കുട്ടിയുടെ തല കയറ്റി കുടുങ്ങിയ എങ്ങനെയാ അമ്മ എടുക്കുക? ഫയർഫോഴ്സിനെ വിളിക്കും. ഫയർഫോഴ്സോ? ഒരു കുട്ടിയുടെ തല കൊടത്തി കുടുങ്ങിയ എന്താ ചെയ്യാ? വെട്ടും. എന്ത്? അല്ല ഇതെങ്ങനെ അഴിച്ചെടുക്കൂടാ? പോയി കല്ലെടുത്തരാ. കല്ല ഇത് തോലടിച്ച് പിടിക്കും. പോടാ. എന്താണ് കാണിക്ക്. ഇതെങ്ങനെ കയറ്റിയടി നീ? അത് മാമൻ കൊണ്ടുവന്ന അവസാനത്തെ ലഡു നീ അറിയാതെ തിന്നാൻ വേണ്ടി എടുത്തോ. ലഡു എവിടെ?
എടി ലഡുന്ന് വിട അപ്പൊ കയ്യൂരി പോരും. നിനക്ക് തന്നെയല്ലേ എന്നിട്ട് ലഡു? എടി പൊട്ടിക്കാളി വായു സഞ്ചാരമില്ലാണ്ട് കൈ ഇങ്ങനെ ഇടാനുണ്ടല്ലോ പഴുത്ത് പുഴുത്ത് ചീഞ്ഞ അവസരം മുറിച്ചോളേണ്ടി വരും. ആ ഇത്ര ഉള്ള പരിപാടി. ഇനി ഇതെന്റെ ലഡു. എന്റെ അമ്മ എടാ നിനക്ക് ഈ ടങ്കീസ് ഓർക്കാറിയോ? ഇല്ല, അപ്പുറത്തെ വീട്ടിലെ ചേട്ടനറിയാം. ആര് വിജയണ്ണ? ആ അല്ല ഈ തീറ്റ എന്തിടും? അമ്മ ഇന്നോട്ട് ഈ ചെടികളൊക്കെ ഞാൻ നോക്കിക്കോളാവേ. നിങ്ങളൊക്കെ ഞാൻ നോക്കട്ടോ. ഞാൻ നോക്കാം. എടി നട്ടുച്ചയ്ക്കാണോ വെള്ളം ഒഴിക്കുന്നത്? അമ്മ ദാഹിക്കുമ്പോഴല്ലേ അമ്മ വെള്ളം കൊടുക്കണ്ടേ? ഇവിടെ എന്താണ് ഒരു മണ്ണിര പോലും ഇല്ലല്ലോ. ആ സമയമൊക്കെ കഴിഞ്ഞ് മണ്ണിലൊക്കെ ജില്ല വിട്ട് പോയിട്ടുണ്ടാവും. അതിന് കുറച്ച് ഗോതമ്പ് കുഴച്ചിട്ടാ മതി, പാടൊന്നും പെടണ്ട. ഗോതമ്പ എടാ പോയി അമ്മയോട് ചോദിച്ചിട്ട് ഗോതമ്പ് എടുത്തേ. അമ്മേ സൈക്കിളിന്റെ താക്കോൽ എടുത്തോ? സ്ഥിരം കാറ്റ് വാക്ക. എടാ ഇത് മുഴുവൻ ഇടണം. ഏയ് കുറച്ചിട്ടാ മതി. ഇച്ചിരി ആയിട്ട് ഇടാം അല്ലേ? എടാ ഇന്ന് മീൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇത് സ്ഥിരം പരിപാടിയാക്കട്ടോ. ഡെയിലി ഇവിടെ നിന്ന് മീൻ പിടിക്കുന്നു, പോയി വറുത്ത് കഴിക്കുന്നു. അടിപൊളി പരിപാടി അല്ലേ? നൈസ് വെക്കേഷൻ. സാധനം ഇത് തീറ്റായിരുന്നു. വേറെ ഇല്ലല്ലോ. ഓക്കെ വാ വീട്ടിൽ പോ. അച്ഛാമ്മേ അച്ഛാമ്മയ്ക്ക് ജ്യൂസ് വേണോ? ഒരു ജ്യൂസ് തരട്ടെ? കുറച്ച് എനർജി ഒക്കെ വെക്കട്ടെ. അച്ഛാമ്മേ ജ്യൂസ് എന്താടിയത്? അത് ഞാനും അച്ഛാമ്മയും കൂടെ ജ്യൂസ് ഉണ്ടാക്കി കളിച്ചാ. അമ്മ അതൊന്നും മേടിച്ച് കുടിക്കല്ലേ? അവൾ ഏതാണ്ടെല്ലാം ഒക്കെ കൂടെ കളിക്കുന്നതാ. പിന്നെ ഞാനിന്ന് തല്ലി കൊല്ലും. രണ്ടിനെ ഞാനുണ്ടല്ലോ. എന്റെ ദൈവമേ, ക്ലാസ് ഒന്ന് തുറന്നാ മതിയായിരുന്നു. എന്താ ഋത്തിക് റോഷൻ ഒന്നും ആയില്ലല്ലോ. എന്ത് പറയാനാടാ, വീട്ടുകാർ ജിമ്മിൽ പോകാൻ സമ്മതിച്ചില്ല. ജിമ്മിൽ പോയാൽ പൊക്കാൻ വയ്ക്കൂലോ. നന്നായി. അല്ല നീ ജിമ്മിൽ പോയില്ലേ? എനിക്ക് പിന്നെ പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പപ്പ ഹോം ജിം ഒക്കെ തുടങ്ങിയില്ലേ? രാഹുൽ, യെസ് മാം. 41 out of 50. 50-41. എന്റെ 9 മാർക്ക്. ഞാൻ എങ്ങനെ വീട്ടിൽ കയറും? നിഖിൽ, 50-50. 50-50. 50-50 അല്ല, 50-9. എടാ നിനക്ക് 5ാമത്തെ ഉത്തരം അറിയായിരുന്നല്ലേ? ഞാനൊന്ന് ചോദിച്ചല്ലേടാ. അതെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് 50-50 കിട്ടിയാനെ. എന്നാ പിന്നെ അതേ മൊത്തത്തിലെടുത്തോ. നിന്റെ 50-50 നിഷ 50-ല് 6. ഒരു അഡീഷണൽ ഷീറ്റിന് 1/2 മാർക്ക് വെച്ച് ഞാൻ തന്നിട്ടുണ്ട് കേട്ടാ. ഈ ഈശ്വര പ്രാർത്ഥനയും നാഷണൽ ആന്തമൊക്കെ എല്ലാവർക്കും ഇവിടെ അറിയാം. എന്റെ പൊന്നെ, ഒരു അഡീഷണൽ ഷീറ്റിന് 5 മാർക്ക് വെച്ചെങ്കിലും കിട്ടില്ലേ? അപ്പൊ കുറെ അഡീഷണൽ ഷീറ്റ് വാങ്ങണ്ടേ? ഞാൻ 12 അഡീഷണൽ ഷീറ്റിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഒരു അഡീഷണൽ ഷീറ്റിന് 5 മാർക്ക് വെച്ച് കൂട്ടുമ്പോ 5, 10, 15, 20, 25 എനിക്ക് 50-ല് 60 മാർക്ക് കിട്ടും. ആരെ ഒന്നാക്കാൻ പറ്റുമോ മിസ്? ഇവിടെ മിസ്സല്ല സാറ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ഉടനെ വരുന്നതാണ്. till then let us go. ആൻഡ് ഇത് നമ്മുടെ ക്യാമറ അതൊന്നും പറയില്ല ഇതില്. എന്തിനൊക്കെ പറ. ഇത് നമ്മുടെ പുതിയ നടൻ രാഹുലാണ്. ഞാൻ സമർത്താണ്. ഇത് നമ്മുടെ ശബ്ദം നിർവഹിക്കുന്ന ശ്രീകാന്താണ്. ആൻഡ് ഇതെന്റെ അനിയൻ വിഷ്ണുവാണ്. ഞാൻ ജിസ്മയാണ്.